ഓക്കെ, വെൽക്കം. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. ഇതൊക്കെ ഒന്ന് കാണുക, അതിനൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. നമ്മൾ ആദ്യം നോക്കുന്നത് എതർനെറ്റ് ഹബ്ബാണ്. ഈ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് ഇതിൽ ഇത്രത്തോളം എന്തുണ്ടാവും, RJ45 കണക്ട് ചെയ്യാനുള്ള ജാക്കുകൾ അല്ലെങ്കിൽ ജാക്കുകൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഈ കാണുന്ന പോർട്ടാണ് RJ45 പോർട്ടുകൾ. ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയും സ്വിച്ചിനെയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിൽ ഒരു ഡാറ്റ നമ്മൾ അയക്കുകയാണെങ്കിൽ ഇപ്പോൾ 1x എന്ന ഈ ഒരു പോർട്ടിലൂടെ നമ്മളൊരു ഡാറ്റ 8x എന്ന ഒരു ഡിവൈസിലേക്ക് 8xൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ 1x എല്ലാ പോർട്ടിലേക്കും, അതായത് ഈ കാണുന്ന നമ്മൾ 16x വരെ കാണുന്ന എല്ലാ പോർട്ടിലേക്കും എന്ത് ചെയ്യും, ഇവൻ ഡാറ്റ അയച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരു ഡാറ്റ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 1xൽ കൊടുത്ത് അത് 8xലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാ പോർട്ടിലേക്കും ഫോർവേഡ് ചെയ്യും. പക്ഷേ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും, നമ്മുടേത് ഡാറ്റയാണെങ്കിൽ മാത്രമേ അത് കളക്ട് ചെയ്യുകയുള്ളൂ. അതാണ് ഈ ഒരു ഹബിൻ്റെ വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് സ്വിച്ചും നമുക്ക് കാഴ്ചയിലൊക്കെ ഹബിനെ പോലെ തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതിൻ്റെ ഫങ്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇതൊരു കുറച്ചൊരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണെന്ന് പറയും ഹബിനെ അപേക്ഷിച്ച്. ഹബ്ബ് ഒട്ടും ഇൻ്റലിജൻ്റ് അല്ലാത്ത ഒരു ഡിവൈസാണ്. ഈ കാണുന്ന മൂന്നാമത്തെ പോർട്ടിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ മാക് അഡ്രസ് ഇതോടുകൂടി, ഇതിൽ കണക്ട് ചെയ്യുന്നതോടുകൂടി എൻ്റെ മാക് അഡ്രസ് ഈ ഒരു സ്വിച്ചിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഇനി 1ൽ നിന്നും ഞാൻ ഒരു മെസ്സേജ് അയക്കുകയാണ് എൻ്റെ 3ൽ കണക്ട് ചെയ്യപ്പെട്ട എൻ്റെ സിസ്റ്റത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഹബ്ബാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ എല്ലാ പോർട്ടിലേക്കും ഈ ഡാറ്റേനെ അയക്കുമായിരുന്നു. പക്ഷേ സ്വിച്ച് മൂന്നാമത് കണക്ട് ചെയ്യപ്പെട്ട എൻ്റെ ഡിവൈസിലേക്ക് മാത്രമേ അയക്കുകയുള്ളൂ. ഇതാണ് ഈ രണ്ട് ഡിവൈസും തമ്മിലുള്ള പ്രൈമറി വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കാണുന്നതും ഒരു സ്വിച്ച് തന്നെയാണ്. ഈ സ്വിച്ച് ലെയർ 2ൽ വരുന്ന ഡാറ്റ ലിങ്കിൽ വരുന്ന ഒരു സ്വിച്ച് തന്നെയാണ്. പക്ഷേ ഈ സ്വിച്ച് നമുക്ക് മാനേജബിൾ ആണ് എന്നാണ്. ആദ്യം കണ്ട സ്വിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത സ്വിച്ചാണ്. അതായത് VLAN പോലത്തെ സൗകര്യങ്ങളൊന്നും തന്നെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കൺസോൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് കൺസോളായി ഈ സ്വിച്ചിനെ നമുക്ക് മാനേജ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട സ്വിച്ചിന് കൺസോൾ എന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവില്ല. അതിനർത്ഥം അതിൽ നമുക്കൊന്നും മാനേജ് ചെയ്യാനില്ല. അതൊരു പ്ലഗ് ആൻഡ് പ്ലേ സ്വിച്ച് ആയിരുന്നു എന്നാണ്. ആ ഒരു സ്വിച്ചിലേക്ക് നമ്മൾ DHCPയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡാറ്റ അല്ലെങ്കിൽ ആ ഇൻ്റർനെറ്റ് സർവീസ് മൊത്തം ഡിവൈസിലേക്കും നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അത് പ്ലഗ് ആൻഡ് പ്ലേ സ്വിച്ച് ആയിരുന്നു. താരതമ്യേന വില കുറവുമായിരിക്കും. കൺസോളിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കൺസോളിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സീരിയൽ പോർട്ട് വഴി നമ്മുടെ സിസ്റ്റമായി കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ സിസ്റ്റമായി സീരിയൽ പോർട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് പുട്ടി പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടൻറ്റ് അതില്ലെങ്കിൽ ഈ ഒരു സ്വിച്ചിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്ത് അതിനെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റേ സ്വിച്ചിനെ പോലെ തന്നെ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഡാറ്റ ലിങ്ക് ലെയറിൽ അല്ലെങ്കിൽ ലെയർ 2 ഡിവൈസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പവർ ഓവർ എതർനെറ്റ് എന്നൊരു ഫങ്ഷൻ കൂടി നൽകും. അതായത് നമുക്ക് ഏതെങ്കിലും ഡിവൈസ്, ക്യാമറ, ആക്സസ് പോയിൻ്റ് ഒക്കെ പോലത്തെ ഡിവൈസുകൾക്ക് നമുക്ക് പവർ കൊടുക്കാനും കൂടി ഈ ഒരു സ്വിച്ചിന് കഴിയും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഒരു വയർലെസ് ആക്സസ് പോയിൻ്റ്. ഇതിൻ്റെ അവിടെ നമുക്ക് 10, 100, 1000 PoE എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതായത് ഒരു RJ45 ജാക്കിൻ്റെ ഭാഗത്താണ് അവിടെ PoE എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ അർത്ഥം പവർ ഓവർ എതർനെറ്റ് എന്നാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഡിവൈസും കണക്ട് ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ ഒരു ചാർജിങ് പോർട്ടുണ്ട്, ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് PoE എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നിന്നും ഈ ഒരു
ആക്സസ് പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് സ്വിച്ചിൽ നിന്നും ഈ ആക്സസ് പോയിന്റിലേക്ക്. ഓക്കെ, ഈ സ്വിച്ചിൽ നിന്നും ഇപ്പോൾ ഈ ആക്സസ് പോയിന്റിലേക്ക് ഈ ഒരു പവർ ഓവർ എതർനെറ്റ്, അതായത് ഈ എതർനെറ്റ് കേബിളിലൂടെ തന്നെയാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫങ്ഷനാലിറ്റിയുള്ള സ്വിച്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. പവർ ഓവർ എതർനെറ്റ് സ്വിച്ചുകൾക്ക്, അല്ലെ PoE സ്വിച്ചുകൾക്ക് താരതമ്യേന പ്രൈസ് കൂടുതലായിരിക്കും. ഈ PoE സ്വിച്ചുകൾക്ക് വില കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ PoE ഡിവൈസുകൾ മാത്രം കണക്ട് ചെയ്യാൻ ഒരു സ്വിച്ച് മൊത്തം വാങ്ങുന്നത് കോസ്റ്റ് എഫക്റ്റീവ് അല്ല. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഡിവൈസാണ് ഈ കാണുന്നത്. അതായത് PoE ഇഞ്ചക്ടർ എന്നാണ് നമ്മളിതിനെ പറയുക. അതായത് സാധാരണ രീതിയിൽ നെറ്റ്വർക്ക് എന്ന ഭാഗം വരും. അതിനുശേഷം ഇവിടെ ഒരു DC 48 വോൾട്ട് കൊടുക്കുന്ന ഒരു പവർ അഡാപ്റ്റർ ഏരിയ ഉണ്ടാവും. അതിനുശേഷം ഇവിടെ APR ബ്രിഡ്ജ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് നോർമൽ നെറ്റ്വർക്ക് കയറുന്നു, അതിനുശേഷം പവർ കൊടുത്ത് പവർ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ എതർനെറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. ഈ ഒരു ടെക്നിക്കാണ് PoE ഇഞ്ചക്ടർ എന്ന ഈ ഒരു ഡിവൈസിൽ കൊണ്ട് നമ്മൾ സാധ്യമാക്കുന്നത്. അതായത് PoE സ്വിച്ച് നമുക്ക് അവൈലബിൾ അല്ലാത്ത, അല്ലെങ്കിൽ അത്ര നമുക്ക് വേസ്റ്റേജ് വരാത്ത രീതിയിൽ ഇത്തരം ഡിവൈസുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പവർ ഓവർ എതർനെറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ക്യാമറകൾ, അതേപോലെ തന്നെ ഈ വൈഫൈക്കൊക്കെയാണ്, ഈ ഒരു വൈഫൈ ആക്സസ് പോയിന്റുകൾക്കൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, PoE ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് ഒരു സിസ്കോയുടെ വയർലെസ് ആക്സസ് പോയിൻ്റാണ്. ഇത് നമുക്ക് എതർനെറ്റ് ത്രൂ എതർനെറ്റ് ഇതിൽ എന്ത് ചെയ്യാം, PoE തന്നെയാണ്. ഇതിന് നമുക്ക് മാനേജ് ചെയ്യാൻ ഇതിന് കൺസോളും നമുക്ക് അവിടെ കാണാം. ഒരു പോർട്ട് കൺസോളായിരിക്കും. ഇത് അതിൻ്റെ ഈ ഒരു ആക്സസ് പോയിൻ്റ് മാനേജറാണ്, അല്ലെങ്കിൽ ആക്സസ് പോയിൻ്റ് കൺട്രോളറാണ്. നമുക്ക് സിസ്കോയുടെ തന്നെ ഒരു വയർലെസ് ആക്സസ് പോയിൻ്റ് കൺട്രോളറാണ്. അതായത് നമ്മൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് ആക്സസ് പോയിന്റുകൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ ഈ ഒരു കൺട്രോളർ ത്രൂ ആണ് നമ്മളത് സാധ്യമാക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് റൂട്ടറുകളെയാണ്. റൂട്ടർ എന്ന് പറയുന്നത് ലെയർ 3 ഡിവൈസാണ്. അതായത് നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന ഒരു ഡിവൈസാണ്. നമുക്ക് സ്വിച്ചിൻ്റെ തൊട്ട് മേലെ വരുന്ന ഒരു ഡിവൈസ് എന്ന് പറയാം. ഒരു നെറ്റ്വർക്കിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്കിലേക്ക് നമുക്ക് ഡാറ്റ സ്വിച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്കത് സാധ്യമാവുന്നത്. ഇതിൻ്റെ പിറകുവശത്ത് ഒരുപാട് പോർട്ടുകൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ ബ്ലാങ്കായി നമുക്ക് പുതിയ മൊഡ്യൂളുകൾ ഇൻസേർട്ട് ചെയ്യാനുള്ള പൊസിഷൻസും നമുക്ക് കാണാം. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പർപ്പസ്, അല്ലെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റൗട്ടറാണ്. ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് ഡിവൈസാണ്. അതായത് റൂട്ടിങ്, സ്വിച്ചിങ് എല്ലാം നമുക്ക് സാധ്യമാകുന്ന ഒരു ഹോം റൂട്ടറാണ് ഇത്. അതായത് ചെറിയ ഇൻഡസ്ട്രി ഒന്നും അല്ലാതെ ചെറിയ പർപ്പസിന് ഉപയോഗിക്കുന്ന, നമ്മുടെ ആമസോണുകളിലും ഫ്ലിപ്കാർട്ടിലും നമുക്ക് സുലഭമായി ലഭിക്കുന്ന, വില വളരെ തുച്ഛമായ ഒരു ഡിവൈസാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് NIC ആണ്. NIC എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. ഇതിലാണ് MAC അഡ്രസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇതൊരു RJ45 കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു NIC ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡമാണ്. അതായത് മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. അതിനെയാണ് നമ്മൾ മോഡം എന്ന് പറയുക. അതായത് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് വരുന്ന, അല്ലെങ്കിൽ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. ഇതാണ് OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നമുക്ക് സുപരിചിതമാണ്. ഈ സ്വിച്ചിലേക്ക് നമ്മളിതിനെ കണക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മളിതിനെ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു OFC മൊഡ്യൂള്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്വിച്ചിലേക്ക് നമ്മുടെ OFC കേബിളിനെ കണക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ചെറുതാണെങ്കിലും ഇതിന് നല്ല വിലയുള്ള 12,000 മുതൽ 24,000 വരെയൊക്കെ നമുക്ക് ഇതിന് കോസ്റ്റ് ഉണ്ട്. ഈ രീതിയിലാണ് നമുക്കതിനെ OFCനെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. അതിനാദ്യം നമ്മൾ നോക്കിയത് ഹബായിരുന്നു, പിന്നെ നമ്മൾ സ്വിച്ച് നോക്കി, അതിനുശേഷം നമ്മൾ റൗട്ടർ നോക്കി. ഇത് മൂന്ന് ലെയറിലാണ്. ഹബ് ഫിസിക്കലാണ്, സ്വിച്ച് ഡാറ്റ ലിങ്കാണ്, റൗട്ടർ നെറ്റ്വർക്ക് ലെയറാണ്. ഓക്കെ, ഈ ഒരു 3 ഡിവൈസാണ് നമ്മൾ മെയിനായിട്ട് നെറ്റ്വർക്ക് ഡിവൈസസിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനുശേഷമുള്ള ഡിവൈസാണ് ഈ ഒരു മോഡം എന്ന് പറയുന്നത്. അതായത് മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. അതിനുശേഷം നമ്മൾ വയർലെസ് ആക്സസ് പോയിന്റ് നോക്കി. അതായത് വയർഡ് ആയിട്ടുള്ള
നെറ്റ്വർക്ക് നമുക്ക് വയർലെസ് ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വയർലെസ് ആക്സസ് പോയിൻ്റ്. അത് ശേഷം നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കണ്ടു. അതിൽ മാക് അഡ്രസ് ഉണ്ടാവുമെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ UTP എന്ന RJ45 കേബിൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അത് കണക്ഷൻ വയർലെസ് ആക്സസ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഈ ഒരു RJ45 കണക്ടർ അല്ലെങ്കിൽ ജാക്ക് അല്ലെങ്കിൽ കണക്ടർ എന്നൊക്കെ പറയുന്ന ഒന്നും കണ്ടു. അതിനുശേഷം നമ്മൾ YFCയും കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി നമ്മൾ നെറ്റ്വർക്ക് ഡിവൈസസ് പരിചയപ്പെടാൻ കഴിയും. ഓക്കെ, താങ്ക് യു.